ഈ ചൂടുള്ള വാർത്ത നോക്കൂ. എന്തെന്ന് വെച്ചാല് എല്ലാവരും ആദ്യമായി കേൾക്കുന്ന വാർത്ത നിങ്ങൾ ആരും കണ്ടു കാണില്ല. വേദ സിറ്റിയിലുള്ള ഈ ലേക്ക് പൂർണ്ണമായും ഐസായി തീർന്നിരിക്കുകയാണ്. മിക്കവരും ആ സ്ഥലത്ത് വന്ന് ഐസ് സ്കേറ്റിംഗ് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ വേദ നഗരം കാശ്മീരാണോ എന്ന. ഐസ് കൂടിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇത് ഗ്ലോബൽ വാർമിംഗ് ആണോന്ന, അല്ലെങ്കിൽ വല്ല അതിശയമറ്റമായിരിക്കും. എല്ലാത്തിനുള്ള മറുപടിയുമായി നിങ്ങൾ കാത്തിരിക്കൂ. ഞാൻ വീണ്ടും പെട്ടെന്ന് വരും. അതുവരെ നിങ്ങൾ കണ്ടു സന്തോഷിക്കൂ ഞങ്ങളുടെ വേദ സിറ്റി ചാനൽ. മുത്തശ്ശ, ഞാൻ എന്റെ കൂട്ടുകാരുമൊത്ത് വേദനഗരത്തിൽ ഐസ് സ്കേറ്റിംഗ് ചെയ്യാൻ പോവാണ്. എന്തിനാ മോനെ നീ ഒറ്റയ്ക്ക് പോകുന്നേ? നമുക്ക് എല്ലാവർക്കും പോകാമല്ലോ. ഭീംസിംഗ് പോകാനായി തയ്യാറായിക്കോളൂ. മക്കളെ, നിങ്ങൾ എല്ലാവരും സ്കേറ്റിംഗ് ചെയ്യ. ഞാനും മുത്തച്ഛനും ഇവിടെ എങ്ങനെ ഇരുന്നോളാം. നല്ല രസമായിട്ടുണ്ടല്ലേ? വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഈ വേദാസ് ലേക്ക് ഐസ് സ്കേറ്റിംഗിന് പറ്റിയ സ്ഥലമാണ്. ശരിയാ റേവ, ഇപ്പൊ അന്റാർട്ടിക്കിലുള്ളത് പോലെ എനിക്ക് തോന്നുന്നത്. കണ്ടോ, ഞാൻ എന്ത് ഈസി ആയിട്ട് സ്കേറ്റിംഗ് ചെയ്യണേന്ന്. നമസ്തേ നമസ്തേ മുത്തച്ഛ മുത്തശ്ശി. നിർത്തണേ, അതെ, ആരെങ്കിലും ഒന്ന് നിർത്തണേ, വേഗം നിർത്തണേ. രേവ, ഞങ്ങളുടെ ഗ്രാമത്തിലും വെള്ളം ഇതുപോലെ ഒരു ദിവസം ഐസ് കട്ടയായി. 3 ദിവസം ഞാൻ അടുപ്പിച്ചാണ് സ്കേറ്റിംഗ് ചെയ്തത്, അറിയോ? അങ്ങനെ നേരം വെളുത്തപ്പോ കണ്ണു തുറന്നപ്പോഴാണ് മനസ്സിലായത് ഞാൻ സ്വപ്നമാണ് കാണുന്നതെന്ന്. എന്ത് സുന്ദരമായ കാലാവസ്ഥ. എനിക്ക് പാടാനൊക്കെ കൊതി തോന്നുകയാ. എന്തിനാ പാട്ട് പാടി ആൾക്കാരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? നിങ്ങൾ മിണ്ടാതെ അവിടെ ഇരുന്നാ മതി. ഈ ആവിഷ്കാർ നിർമ്മിക്കുന്നതെല്ലാം തെറ്റാറില്ല. മിസ്റ്റർ ആവിഷ്കാർ, എല്ലാം റെഡിയായിട്ടുണ്ട്. ഇപ്പൊ ലേക്ക് മാത്രമാണ് ഐസായിരിക്കുന്നത്. ഇനി നഗരം മുഴുവനും ചെയ്യണം. ചെല്ലു, വേദ സിറ്റി മുഴുവനും ഈ വാൻ കൊണ്ട് ചുറ്റൂ. വെള്ളം ഐസ് കട്ടിയാക്കുന്ന എന്റെ മെഷീനിൽ പുക വരുത്തിച്ച് നഗരം മുഴുവനും വ്യാപിപ്പിക്കൂ. പുക ചെല്ലുന്ന സ്ഥലത്തെല്ലാം വെള്ളം ഐസ് കട്ടയായി മാറുന്നതാണ്. നഗരത്തിലുള്ള ജനങ്ങൾ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുമ്പോൾ ഐസ് വെള്ളമാക്കാൻ കഴിയുന്ന നമ്മുടെ ഈ മെഷീനുകൾ വളരെ കൂടുതൽ വിലയ്ക്ക് വിറ്റ് പണം ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ നമുക്ക് കോടീശ്വരനാവാൻ പറ്റും. അതെ, അത് തന്നെ. ഈ ആവിഷ്കാർ നിർമ്മിക്കുന്നതെല്ലാം ഒരിക്കലും തെറ്റാറില്ല. എന്റെ അമ്മ, ആരെങ്കിലും ഒന്ന് വേഗം വരൂ. എന്നിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തൂ.
നീ എല്ലാവരുടെ ജീവൻ രക്ഷിച്ചു. നന്ദിയുണ്ട് ശിവ. ഇറ്റ്സ് ഓക്കെ അങ്കിൾ. ഭീംസിംഗ്, വേഗം ഒരു ചൂട് ചായ കൊണ്ടുവരൂ. വാ, ഇപ്പൊ തന്നെ ചെയ്ത് കൊണ്ടുവരാം മുത്തച്ഛ. അമ്മായി മുത്തച്ഛ, ഞാനിനി എങ്ങനെ ചായ ഉണ്ടാക്ക? വീട്ടില് കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലില്ല. എല്ലാ ഐസ് കെട്ടിയായി. ദാ ഇതിനകത്തൊന്ന് നോക്കിയേ. യാതൊരു വിരോധവുമില്ല. എല്ലാ വെള്ളവും ഐസായി പോയിട്ടുണ്ടാകും. ഞാൻ എന്റെ പാട്ട് കൊണ്ട് അതിനെ വെള്ളമാക്കി മാറ്റാം. വെള്ളം 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 ഐസ് വെള്ളമാകട്ടെ. ഇങ്ങനെ പാട്ടുപാടി എല്ലാ സാധനവും നശിപ്പിക്കും. ഞാനൊന്ന് അവിടെ ചെന്ന് നോക്കട്ടെ വെള്ളം കിട്ടുമോന്ന്. എന്റെ അമ്മ എന്താ ഒരു ശബ്ദം? എന്താ എന്താ പറ്റിയേ? മുളക് കടിച്ചു. കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഇങ്ങനെയായി പോയി. ഞങ്ങളുടെ അവിടെ അതെ, എല്ലാ വെള്ളവും ഐസ് കട്ടയായി. ഈ നഗരത്തിന്റെ ഓരത്തായിട്ട് ഹാൻഡ് പമ്പ് ഉണ്ട് ഇത്രേ. അവിടെ വെള്ളം വരുന്നു പറഞ്ഞ് നമുക്കൊന്ന് നോക്കിയാലോ? വേഗം ആവട്ടെ. ഭീം സിംഗ്, വേഗം പാത്രം കൊണ്ടുവാ വെള്ളം പിടിക്കാൻ. ഓ, എത്ര സമയം ഇനി എപ്പോഴാണ് വെള്ളം കിട്ടുക? ശിവ, നീ ചെന്ന് മുത്തശ്ശനോട് വേഗം വരാൻ പറ. ഒരു പാട്ടങ്ങ് പാടിയാല് ഇവിടെ ക്യൂ നിൽക്കരൊക്കെ ഓടിപ്പോവല്ലോ. അപ്പൊ പിന്നെ പെട്ടെന്ന് നമുക്ക് വെള്ളം കിട്ടൂന്നേ. കൊള്ളാലോ, നീ എന്റെ മുത്തശ്ശനെ കളിയാക്കാണല്ലേ? അല്ലല്ല, ഞാൻ കാര്യ പറഞ്ഞത്. നിറച്ചോ നിറച്ചോ, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വെള്ളം കിട്ടും. വെള്ളം ഐസായല്ലോ. ഇവിടെ വെള്ളം ഇങ്ങനെ ആയാലും എന്താ ചെയ്യാ? എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? നമ്മൾ ഇനി എങ്ങനെയാ വെള്ളം കുടിക്കുക? ലഡ്ഡു സിംഗ് സാറേ, എന്തെങ്കിലും ഒന്ന് ചെയ്യ്. വെള്ളത്തിനാകെ ഇവിടെ എല്ലാരും ബുദ്ധിമുട്ടുവാ. അതെ മുത്തശ്ശി, ഞാൻ ഇന്നലെ തൊട്ട് തന്നെ കുളിച്ചിട്ടില്ല. രാവിലെ തൊട്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഞാൻ എന്താ ചെയ്യാ? ഞാൻ തന്നെ ഇപ്പൊ വെള്ളം കൊണ്ടുവരാൻ വേണ്ടിട്ട് അങ്ങോട്ട് വന്നിരിക്കുന്നേ. ഈ വെള്ളം പെട്ടെന്ന് എങ്ങനെയാ ആയത്? മഞ്ഞുകാലത്താണ് കട്ടിയാവുന്നത്. അതും ഇവിടെ ഒരു തരി തണുപ്പ് പോലും ഇല്ല. പിന്നെ എങ്ങനെയാ ഈ വെള്ളം കട്ടിയായത്? ചിലപ്പോ ആ പുക വിടുന്ന വാൻ മുഖേനയാണോ? ആ വാൻ അവിടേക്ക് വന്നതിന് ശേഷമാണ് വെള്ളം ഇങ്ങനെ ഐസ് കട്ടിയായത്. ഞാൻ ചെന്ന് ചെക്ക് ചെയ്യട്ടെ. അങ്കിൾ, നിങ്ങൾ ഇവിടെ എന്തെങ്കിലും വിൽക്കാൻ വേണ്ടി വന്നതാണോ? നീ പോയ കുട്ടി, പോയി വല്ല പണിയും നോക്ക്. എല്ലാവരും ശ്രദ്ധിക്കൂ, വരുവൻ വരുവൻ. ഐസ് വെള്ളമാക്കുന്ന മെഷീൻ വിൽക്കാൻ പോകുന്നു. ഇത് മേടിച്ചാൽ ആരുടെയും വീട്ടിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. കിണറ്റിലെ വെള്ളം, പാത്രങ്ങളിലെ വെള്ളം, ബാത്റൂമിലെ വെള്ളം ഒന്നും ഐസ് കട്ടിയാവില്ല. ഇത് അതേ വാനാണല്ലോ, അതേ ആൾക്കാരും. പക്ഷേ ആ വാനിന്റെ മുകളിലുള്ള ചിമ്മിനിയല്ല. ഇയാൾ ഇവിടെ എന്താണാവോ ചെയ്യുന്നത്? നോക്കൂ, എനിക്കൊരു മിസ്സിന് ആവശ്യമുണ്ട്. എന്താണ് വില? 10,000 രൂപ. എന്താണ് 10,000? ഭയങ്കര വിലയാണല്ലോ. ഇപ്പൊ മേടിച്ചാ കൊള്ളാം. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇതിന്റെ വില 50,000 രൂപയാണ്. എനിക്ക് വേണം. എന്റെ വീട്ടിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല.